നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് താഴെ വാങ്ങിയിരിക്കുന്നു. ഇന്നലെയും ഇതുപോലെയാണ് ഇരുന്നത്. ഇന്നലെ ഒരു സമയം -200 ഇരുന്ന മാർക്കറ്റ് പിന്നെ കയറി -57 ക്ലോസ് ആയി. പക്ഷെ നെഗറ്റീവിലാണ് ക്ലോസ് ആയിരിക്കുന്നു. പല സ്റ്റോക്സ് ഒരുപാട് നല്ല അടി വാങ്ങിയിരിക്കുന്നു. വലിയ സ്റ്റോക്കൊക്കെ ഭയങ്കര അടിയാണ്. LNT ഒക്കെ 3.4% ഇന്നലെ അടിയാണ്. എക്സ്പെക്റ്റഡ് ടൈംസ് ഓവർ വാല്യുവേഷൻ, ഈ വാല്യുവേഷനൊക്കെ കോൺട്രാക്ട് ആകും. നിഫ്റ്റിയിലിരുന്ന് വെളിയെ പോയ സ്റ്റോക്സും നിഫ്റ്റിയിലെ ഇരിക്കുന്ന സ്റ്റോക്സ് -25% മുകളിലായ സ്റ്റോക്സ് 8 10 സ്റ്റോക്ക് ഇരിക്കുന്നു. ഇത് എന്ത് പറയുന്നു എന്നാൽ ഓവറോൾ മാർക്കറ്റ് ഭയങ്കര വീക്കായിരിക്കും. എല്ലാവരും എന്ത് ചെയ്യുന്നു, ഇൻഡെക്സിനെ നോക്കിയുണ്ട്. ഇൻഡെക്സ് അവിടെ തന്നെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പോലീസ് കോൺസ്റ്റബിളൊക്കെ നിങ്ങളകത്തിട്ട് അടിക്കുവാണെങ്കിൽ വീക്കായും തന്നെ ഇരിക്കും, വെളിയിലൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ മാർക്കറ്റിൽ അകപ്പെട്ട റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും മ്യൂച്വൽ ഫണ്ട് വച്ചിരിക്കുന്നവർക്കും ധർമ്മ അടി വിഴുന്നിരിക്കുന്നു. വെളിയിൽ നോക്കിയാൽ മാർക്കറ്റ് ഹൈയ തന്നെ ഇരിക്കുന്നു എന്ന് തോന്നും. അതവർ വാങ്ങാതെ സ്റ്റോക്കിനെ കയറ്റിയുണ്ട്. വാങ്ങുന്ന സ്റ്റോക്കിന് അടിച്ച് താളം ഇട്ടിരിക്കുന്നു. ഏഷ്യൻ പെയിൻറ്റ്സ് ഡൗൺ, ബജാജ് ആട്ടോ ഡൗൺ, HDFC ബാങ്ക് ഡൗൺ, റിലയൻസ് ഡൗൺ, ടാറ്റ മോട്ടോഴ്സ് ഡൗൺ. അല്ല, ഏത് സ്റ്റോക്ക് ചോദിച്ചാലും ഭയങ്കര അടിയാണ്. 25-30% അടി. നിങ്ങളെ മാർക്കറ്റിൽ നിങ്ങളെ മ്യൂച്വൽ ഫണ്ടിലിരിക്കുന്ന കാശിന് വെളിയിലെടുത്തുകൊണ്ട് ഓടുന്നതേ അല്ലാതെ വേറെ വഴി എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു ബെറ്റർ ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ എനിക്കും പറയൂ. പണെടുത്ത് റെഗുലറായിട്ട് കൺസിഡർ ചെയ്യുന്നവർക്ക് പോയ വർഷം ഇങ്ങനെ ഇരുന്നു എന്ന് നാളെ പൊങ്കൽ ദിവസം ഞാൻ നിങ്ങൾക്ക് പറയാം. ഇന്ന് എന്താണ് കാര്യമെന്ന് നോക്കാം. ഇനി ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ സ്വർണത്തിന്റെ വില ഭയങ്കര കയറിയിട്ടുണ്ട്. ഫോൾ അത് ഓൾ ടൈം ഹൈ ആണ്. ഗോൾഡ് ഇതിന്റെ മുകളിൽ കോസ്റ്റ്ലി ആയിട്ട് ഇരുന്നതില്ല. അതുമാത്രമില്ലാതെ അബ്കി ബാർ 15 ബൽസ ബാർ അവിടെ ഇരിക്കുന്നു. 24 ക്യാരറ്റ് ഗോൾഡ്. സ്റ്റാമ്പിംഗ് ചാർജ് പ്ലസ് GST ചേർക്കുവാണെങ്കിൽ 10,000 കഴിഞ്ഞു പോകും. സോ ഇതിൻ്റെ റേറ്റ് കുറയ്ക്കണമെങ്കിൽ ഗവൺമെൻറ് ഇതിന് അതിൻ്റെ കസ്റ്റം ഡ്യൂട്ടി കുറയ്ക്കുവാണെങ്കിൽ മാത്രം തന്നെ സ്വർണത്തിൻ്റെ വില കുറയും. അങ്ങനെ കുറച്ചിട്ട് പിന്നെ റേറ്റ് ഇറങ്ങി എന്ന് വിഷമിക്കരുത്. ഗവൺമെൻറ് റേറ്റ് മാത്രം തന്നെ കുറയും. ഇപ്പോൾ ഇരിക്കുന്നത് നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ വില റോക്കറ്റ് കയറുന്ന പോലെയാണ് ഇരിക്കുന്നു. ഇന്നും ട്രംപ് വന്നിട്ട് ജെറോം പോളിനെ ഇട്ട് ചുമ്മാ അടിച്ചോണ്ടേ ഇരിക്കുവാണെങ്കിൽ എല്ലാ സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സും, ഇവിടെ ഇരുന്ന സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സും ചീഫ്സും പിന്നെ ബെർണയ്ക്ക് ഡയറക്റ്ററിലിരുന്ന് ഐ പാർട്ടി ചെയ്യും. രണ്ട് സൈഡും ഇരിക്കുന്ന ആള് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഡിപെൻഡൻസ് ഓഫ് ദി ഫെഡിനെ കുറയ്ക്കരുത് എന്ന്. ആ സൈഡ് നോക്കുവാണെങ്കിൽ ന്യൂസിലാൻഡിന്റെ ഗവർണർ പറഞ്ഞിരിക്കുന്നു. ജെറോം പോൾ ഒരു നല്ല ആള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ന്യൂസിലാൻഡ് ഗവർണർ വിളിച്ച് അവരെ മിരട്ടിയിട്ടുണ്ട്, നീ എന്തിനാണ് വാ തുറന്നു എന്ന്. ഈ സമയത്തിൽ നോക്കുവാണെങ്കിൽ ചൈന സൂപ്പറായിട്ട് റിസൾട്ട് കാണിച്ചിരിക്കുന്നു. ചൈന വന്നിട്ട് റെക്കോർഡ് എക്സ്പോർട്ട് സർപ്ലസ് 2025 ചെയ്തിരിക്കുന്നു. $1.2 ട്രില്യൺ എക്സ്ട്രാ ആയിട്ട് ചൈന ലോകത്തിന് സാധനങ്ങൾ വിറ്റിട്ടുണ്ട്. അതായത് ഒരേ വർഷത്തിൽ തന്നെ $1.2 ട്രില്യൺ തന്നെ എക്സ്പോർട്ട് മെഷീൻ എന്ന് പറയുന്നത്. ഇത് എന്ത് ടാരിഫ് ഇട്ടാലും കറണ്ട് അക്കൗണ്ട് സർപ്ലസ്. എനിക്ക് ഭയങ്കരമായിട്ട് മെറിറ്റുമാണെങ്കിൽ അതിന് റാർ എർത്ത് മെറ്റൽ വച്ചിട്ടുണ്ട്. ഈ സൈഡിൽ സെമി കണ്ടക്ടർ വച്ചിരിക്കുന്നു. അമേരിക്കയെ നോക്കി സറണ്ടർ ആകുന്നതേ അല്ലാതെ നമ്മളാൽ അവിടെ പോയി സറണ്ടർ ആകുന്നത് പോലെ അല്ല. എന്ത് ടാരിഫ് ഇട്ടാലും എക്സ്പോർട്ടിൽ അവർ സർപ്ലസ് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ചൈന അതിൽ വളരെ നന്ന ഒരു റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. കാലണ്ടർ ഇയർ മുടിയുന്ന സമയം $1.2 ട്രില്യൺ സർപ്ലസ് കൊടുത്തിരിക്കുന്നു എന്ന് ലോകം പറയുന്നു. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നോക്കേണ്ടിയിരിക്കേണ്ടത് തന്നെ. പിന്നെ വിനായകറിന് ഓർഡർ കൊടുക്കാമോ, ഇല്ല ക്രിസ്മസ് ട്രീന് ഓർഡർ കൊടുക്കാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൈവത്തിൻ്റെ പിക്ചേഴ്സിന് ഓർഡർ കൊടുക്കാമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഓർഡർ കൊടുക്കാമോ, ഇത് ചിന്തിക്കുന്നതാണ് നമ്മളെ ലെവല്. എനിവേ സ്വർണം കയറിയോണ്ടേ പോവും. നമ്മളെ സന്തോഷത്തോടെ ഗോൾഡിനെ വാങ്ങിച്ചോണ്ടേ ഇരിക്കാം. വേറുള്ള ന്യൂസുകളൊക്കെ നോക്കാം. എന്ത് പറയുന്നു എന്നാൽ ഇറാൻ്റെ ഒപ്പമുള്ള സംസാരമൊക്കെ തീർന്നു. യുദ്ധമാണ്. യുദ്ധത്തിന് ഞാൻ റെഡി. ഞാൻ എൻ്റെ അടുത്ത് എന്ത് പറയുന്നു എന്ന്, നിങ്ങൾ നടത്തുന്ന യുദ്ധത്തിന് നടത്താം, ഞാനും അതിൻ്റെ ഒപ്പം അകത്ത് വരാം, എല്ലാവരും ചേർന്ന് മത്സരിക്കാം, ഖമേനിയെ പിടിക്കാം എന്നാണ് പറയുന്നു. റിപ്പോർട്ട്സ് എന്ത് പറയുന്നു എന്നാൽ ഖമേനി ടെർണ വിറ്റ് ഓടിപ്പോയി, ഒളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നു. അത് സത്യമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. ഇതിൻ്റെ ശേഷം സെൻറ്റർ എന്ത് ചെയ്യുന്നു എന്നാൽ ഈ 10 മിനിറ്റ്സ് ഡെലിവറി ഒക്കെ തീർത്തോ, നടക്കാൻ സാധ്യതയില്ല. കമ്പനിയിലിരുന്ന് 10 മിനിറ്റ് ഡെലിവറി നിർത്തിയുണ്ട്. ഡ്രൈ ഡീറ്റെയിൽ പോകാൻ പറയുന്നു. ഒരു സെപ്പറേറ്റ് ആയിട്ട് ഓൺ റൈറ്റ് ഡീറ്റെയിൽ ആയിട്ട് പോയെങ്കിൽ എന്താണ് ആ മൗസ് അവർക്ക് ഇരിക്കുമെന്ന് എനിക്കും അറിയാൻ പറ്റുന്നില്ല, അവർക്കും അറിയുന്നില്ല.
ഓൾറെഡി ബ്ലിങ്ങിറ്റ് വന്നിട്ട് ഈ 10 മിനിറ്റ്സ് എന്നതിനെ ഡ്രോപ്പ് ചെയ്യും എന്ന് പറയുന്നു. ഒരാൾ ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ഡ്രോപ്പ് ചെയ്യും. പാസഞ്ചർ ആൻഡ് കമേഴ്ഷ്യൽ വെഹിക്കിൾ പുറ്റുകഥ 27% കയറിയിരിക്കുന്നു. പാസഞ്ചർ വെഹിക്കിൾസൊക്കെ വളരെ ഖുഷിയിലാണ് ഇരിക്കുന്നു. നവംബർ മാസമാണ് കയറിയിരിക്കുന്നു. റിയൽ ടെസ്റ്റ് വന്നിട്ട് ഫെബ്രുവരി മാർച്ചിൽ തന്നെ അറിയാൻ പറ്റും. കാറ് വാങ്ങാൻ പോകുന്ന സമയം സ്ട്രായിട്ട് ഉറിയുവാണെങ്കിൽ പുതിയതായിട്ട് ഈ കാറിന് ആരിന് വിൽക്കാൻ പോകുന്നു എന്ന ഒരു ചോദ്യം വരും. ടാറ്റക്കാരർ എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾക്കിതൊരു നല്ല കാലമാണ്, ഞങ്ങളത്തെ ചെറിയ കാർ വിറ്റാണ് ഈ സ്ഥലത്തിൽ വന്നു, അപ്പോൾ ഞങ്ങൾ എന്നിട്ട് മീഡിയം ലെവൽ കാറും ഇറക്കാൻ പോകുന്നു. ഐ തിങ്ക് നമ്പർ 2 പൊസിഷനെ പിടിക്കും ഞങ്ങൾ. പുതിയ ഒരു SUV ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഈ ബോഡിയിൽ SUV ആദ്യത്തെ പ്രാവശ്യം ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല സമയമാണ്. ഇന്നലെ എന്തായെന്ന് വെച്ചാൽ ശർമ്മ എന്ന് പറഞ്ഞു റോക്ക്ഫെല്ലർ പ്രൊഫസർ ഇരിക്കുന്നു. ഒരു പറയുന്നത് വെച്ചാണ് നമ്മളെടുത്ത് കാര്യം പറയണത്. അവർ ശർമ്മ പറഞ്ഞു എന്ന് പറഞ്ഞ് പൃഥ്വി ശർമ്മ വന്നിട്ട് ഇന്ന് ഫിനാൻഷ്യൽ ടൈംസിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ആ ആർട്ടിക്കിളിൽ ഇന്ത്യയുടെ ഗ്രോത്തിനെ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല, ആരും കാശ് ഇടുന്നില്ല, ഇന്ത്യയിലിരിക്കുന്ന ടാലൻറ്റഡ് ആയ ആൾക്കാരൊക്കെ വെളിനാട്ടിനാണ് ഓടിപ്പോകുന്നു, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ അഡ്വൈസ് പറഞ്ഞിരിക്കുന്നു. അത് ഇന്ത്യയെ വിട്ട് വെളിയിൽ ആരും പോകരുത് എന്ന ഒരു റൂളിനെ ഗവൺമെൻറ് കൊണ്ടുവരണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. TCS എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി, ആക്ടിവിറ്റിയൊക്കെ ഹെൽപ്പോടെയാണ് ചെയ്യുന്നു, 3.4% ഗ്രോത്ത് കാണിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റിൽ അതേസമയം ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും എന്ത് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അട്ടാസ് വന്നിട്ട് ഒരുപാട് ആൾക്കാരെ ജോലിയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം നടക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് പറയുന്നു എന്നാൽ 2026 വേൾഡ് ബാങ്ക് എന്ത് പറയുന്നു വെച്ചാൽ ഇന്ത്യയുടെ ടോട്ടൽ ഗ്രോത്ത് തന്നെ 7.2 തന്നെ ഇരിക്കും, കറക്റ്റായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യും എന്ന് പറയുന്നു. താഴെ ചീഫ് അഡ്വൈസറി ആയിരിക്കുന്നവരും അത് തന്നെ പറയുന്നു. പേര് മിസ് ഗോപിനാഥ്. ഇത് തീർന്നു. അടുത്തത് 2028 വന്ന് RBIയും SEBIയും ചേർന്ന് ഓട്ടോ റെഗുലേഷൻ ചെയ്യാൻ പറയുന്നു. അവർ പറയുന്നത് എപ്പോഴും ഇതിനെക്കുറിച്ച് വേറെ ആരെങ്കിലും തന്നെ നോക്കണം. ഇപ്പോൾ അങ്ങനെയാണ് അവർ പറയുന്നത്. ഇനി അവസാനം ആര് നോക്കുമെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. ICICI ലൊംബാർഡിൻ്റെ പ്രോഫിറ്റ് വന്നിട്ട് 9% കുറഞ്ഞിരിക്കുന്നു, സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നു, പ്രീമിയം കളക്ഷൻ ഇൻക്രീസ് ആയിരിക്കുന്നു. അതേസമയം അവർ എക്സ്പെൻസസ് ഇൻക്രീസ് ആയ കാരണം അവരുടെ സെയിൽസ് കുറഞ്ഞിരിക്കുന്നു. ഇറാനിൽ അൺട്രസ്റ്റ് വളരെ കൂടുതൽ ഇരിക്കുന്നു. അതേസമയം അമേരിക്ക നമ്മളെ മിരട്ടുന്നു, കാരണം ബാസ്മതി റൈസ് എക്സ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് നിർത്തിയിരിക്കുന്നു. AC റെഫ്രിജറേറ്റർ ഇതിൻ്റെ പ്രൈസൊക്കെ കുറച്ച് കയറാൻ പോകുന്നു. ഒരുപാട് റിപ്പോർട്ട്സൊക്കെ പറയുന്നു. ഇതിന് 8% അവർ ടോട്ടൽ കോസ്റ്റിലിരുന്ന് കയറുമെന്ന് ഞാൻ പാടുന്നു. LNT വന്നിട്ട് സുപർണ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റേക്സ് ഒക്കെ വാങ്ങി 2-3 പ്രോഡക്റ്റൊക്കെ ആഡ് ചെയ്തിരിക്കുന്നു. ഇത് ബേസിക്കലി ഷിപ്പിംഗ് ലൈൻ കമ്പനിയാണ്. ഒരു ഷിപ്പിംഗ് ലൈൻ കമ്പനിയെ ഫുള്ളായിട്ട് LNT വാങ്ങിയിരിക്കുന്നു. TVSൻ്റെ സപ്ലൈ ചെയിൻ വന്നിട്ട് മെർക്കനൈസ് ബെൻസിൻ്റെ ഓർഡർ പിടിച്ചിരിക്കുന്നു. വെയർ ഹൗസിംഗ് ആൻഡ് ദെൻ മൂവിങ് ദ പ്രോഡക്റ്റ് ഫ്രം വൺ സെൻറ്റർ ടു അതർ സെൻറ്റർ ഇവർ ഡെഫിനറ്റായിട്ട് വാങ്ങിയിരിക്കുന്നു. ഓവറോളായിട്ട് ഇറാനിൻ്റെ വാല്യൂ 0 ആയിരിക്കുന്നു. ഇറാനിന് അഗെൻസ്റ്റ് ആയിട്ടും വേറെ എന്തെങ്കിലും അഗെൻസ്റ്റ് ആയിട്ട്, അതായത് ഇവർ സമ്മതിക്കാത്ത നേഷൻ്റെ അടുത്ത് നിന്ന് വാങ്ങുവാണെങ്കിൽ കയ്യിൽ 0 കൊടുത്ത് തന്നെ വാങ്ങണം, അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ഗോൾഡിനെ കൊടുത്ത് വാങ്ങണം. ഇന്ന് എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. പക്ഷെ ട്രംപ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇനി സംസാരിക്കാൻ ഒന്നുമില്ല, ആ സമയമൊക്കെ തീർന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ടൈം വന്നു എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം.